കുവൈത്ത് അപകടത്തിൽ മരിച്ചവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പത്തനംതിട്ട സ്വദേശികൾ. പത്തനംതിട്ട സ്വദേശികളായ 6 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മന്ത്രി വീണ ജോർജ് ദുരന്തത്തിനിരയായവരുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് എസ് നായർ, വാഴമുട്ടം സ്വദേശി PV മുരളീധരൻ, കോന്നി അണ്ടച്ചാക്കൽ സ്വദേശി സഞ്ജു വർഗീസ്, തിരുവല്ല മേപ്ര സ്വദേശി തോമസ് ഉമ്മൻ, നിരണം സ്വദേശി മാത്യു ജോർജ്, കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാം എന്നിവരാണ് ദുരന്തത്തിനിരയായ പത്തനംതിട്ട സ്വദേശികൾ. ആകാശിന്റെ പന്തളത്തെ വീട്ടിലെത്തി മന്ത്രി വീണ ജോർജ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റൻ ഗോപകുമാർ എന്നിവർ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അത്യന്തം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നലെ കുവൈറ്റിൽ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി ആളുകളാണ് മരണമടഞ്ഞത്. തീവ്രമായിട്ടുള്ള ദുഃഖമാണ് ഓരോരുത്തർക്കും ഓരോ കുടുംബങ്ങൾക്കുമുള്ളത്. പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ദാരുണവും നിർഭാഗ്യകരവുമായിട്ടുള്ള സംഭവത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. പന്തളം സ്വദേശി ആകാശ് എസ് നായർ 8 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുകയാണ്. ഓണത്തിന് നാട്ടിൽ വരാനിരിക്കുകയായിരുന്നുവെന്ന് ബന്ധു പറയുന്നു. വിവാഹത്തിന് വേണ്ടിയൊക്കെ വന്നതായിരുന്നു, അന്നേരം ഒന്നും നടന്നില്ല. അപ്പോൾ ഇനി ഓണത്തിന് വരാനിരുന്ന, ഓണത്തിന് വന്ന് വിവാഹമൊക്കെ എവിടെയെങ്കിലും നടത്തിയിട്ട് പോകണമെന്നുള്ള ഇതിലിരുന്ന, അവിടെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. സഹോദരിയുണ്ട്, സഹോദരി വേറെ വീട് വെച്ച് വേറെ താമസമാണ്. അപ്പോൾ അവൻ്റെ ഒരു ആശ്രയം, അമ്മയുടെ ആശ്രയവനായിരുന്നു. രാവിലെ മരണം സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പുമായി കമ്പനി പ്രതിനിധികൾ കുടുംബത്തെ ബന്ധപ്പെട്ടുവെന്ന് വാർഡ് കൗൺസിലർ പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ കമ്പനി HR സംസാരിച്ചു. അപ്പോൾ ആകാശിൻ്റെ ബോഡി അത് ബയോമെട്രിക് നടത്തി അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ നാട്ടിലെത്തിക്കാനുള്ള പ്രൊസീജിയർ നടന്നു വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ് അടുത്തയാഴ്ച നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു അപകടം. 22 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ് സജു. അപകട കാരണം വ്യക്തമല്ല, എങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് ഇപ്പം വന്നേക്കുന്ന അറിയിപ്പ്. അത് മാത്രം നമ്മൾ പിന്നെ ഈ അപകടത്തിൽപ്പെട്ടവരായിട്ടൊന്നും കൂടുതൽ സംസാരിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനത്തിലൂടെ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകും. ജനം, പത്തനംതിട്ട.